ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പാവയ്ക്ക കൊണ്ടൊരു കറി ഉണ്ടാക്കിയാലോ. നല്ല കയ്പ്പുള്ള പാവയ്ക്ക കൊണ്ട് ഒരു ചെറിയ ഉരുളക്കിഴങ്ങും കൂടി എടുത്തിട്ടുണ്ട്. കയ്പ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടും ചെറുതായി അരിയുക. ശേഷം നമ്മൾ കടുകും വറ്റൽമുളകും എടുക്കുക. നമ്മളിത് രണ്ടും അരച്ച് ചേർക്കും പാവയ്ക്ക കറിയിലേക്ക്. പാവയ്ക്കും ഉരുളക്കിഴങ്ങും നമ്മളൊരു ചീനച്ചട്ടിയിൽ ഗ്യാസ് അടുപ്പത്ത് വെച്ചതിന് ശേഷം ചീനച്ചട്ടിയിലേക്ക് ഇടുക. കാരണം അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് എത്ര വെള്ളം ഉണ്ടോ ആ വെള്ളം മൊത്തം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം അടച്ച് വെക്കുക. വെള്ളം ഒന്ന് വറ്റിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി വഴറ്റിയെടുക്കുക. ഒരു പകുതി വേകാകുമ്പോഴേക്ക് നമ്മൾ കടുകും വറ്റൽമുളകും അരപ്പൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിച്ചിട്ട് ബാക്കിയും കൂടി വേവിച്ചെടുക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കാറില്ല. നമ്മൾ പാവയ്ക്ക തോരൻ, പാവയ്ക്ക ഉപ്പേരി, പാവയ്ക്ക കറി അങ്ങനെയൊക്കെയാണ് വെക്കൽ. ഇങ്ങനെ വെച്ച് നോക്കിയാൽ നമ്മൾ ഉറപ്പായിട്ട് ഒരു പ്ലേറ്റ് ചോറ് തിന്നാൻ പറ്റും. സോ നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ബൈ.